കുറഞ്ഞ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, കുറഞ്ഞ കാര്യങ്ങൾ നിർബന്ധാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹലാലാക്കിയാ തന്നത്. ഈ ഹലാലായ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട സ്വർഗം നമ്മൾ നേടിയെടുക്കണം. കാരണം നമുക്ക് ഇഷ്ടമുണ്ടേ ചെയ്യാ, ഇഷ്ടമല്ല ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയും. അതിനുള്ള എല്ലാ വഴികളും റബ്ബ് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ മനസ്സ് ക്ലിയർ ആക്കുക എന്നുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ചെറുപ്പകാലം മുതലേ വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള കുറേ മാലിന്യങ്ങൾ ഉണ്ടാവും. ഒരു ഒഴുകുന്ന നദിയാണോ, കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളമുള്ള നദിയായിരിക്കും, ഏതായിരിക്കും? ഒരു കുളം പറയാ, കെട്ടിക്കിടക്കുന്ന കുറച്ച് മാലിന്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വേസ്റ്റ് ഒക്കെ തള്ളിയ ഒരു ജലാശയവും ഒരു ഒഴുകുന്ന നദിയായിട്ട് ഏതാണ് ക്ലിയർ ആയിട്ട് ഉണ്ടാവുക? ഉറപ്പായിട്ടും ഒഴുകുന്ന നദിയായിരിക്കും അല്ലെ? ഈ മാലിന്യങ്ങളൊക്കെ വന്ന് 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 നിറഞ്ഞ് അതും ജലാശയം തന്നെയാണ്, പക്ഷെ അത് എന്തായിരിക്കും? ഈ മാലിന്യങ്ങളാൽ ഈ വെള്ളം മലീമസമായി പോയിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് വരുന്ന കുറെ പ്രശ്നങ്ങളാവാം, കുറെ സങ്കടങ്ങളാവാം, കുറ്റപ്പെടുത്തലുകള്, നമ്മൾ അറിയാതെയും അറിഞ്ഞൊക്കെ ചെയ്തു പോയ കുറെ തെറ്റുകള്, ഇതുകൊണ്ടൊക്കെ നമ്മുടെ കൽബ് എന്തായിട്ടുണ്ടാവും? മലീമസമായി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു നമ്മുടെ മൈൻഡിനെ ഉമ്മാടെ പ്രസവ സമയത്ത് ഉണ്ടായിരുന്ന അതേ ഒരു പ്യൂരിറ്റിയോട് കൂടി നമ്മൾ ഖബറിലേക്ക് പോകുന്ന സമയത്തും കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് റബ്ബ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഏക കാര്യം. റബ്ബിന്റെ അടുത്തുനിന്ന് വന്ന നമ്മുടെ കൽബ്, ഹൃദയം എങ്ങനെയായിരുന്നോ അതേ പ്യൂരിറ്റിയോട് കൂടി തിരിച്ചു പോകുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് ഏറ്റവും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് നമ്മളെ നോമ്പ് തന്നെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 അല്ലേ? എന്താണ് ഈ റഹ്മത്തിന്റെ 10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ റബ്ബ് നമുക്ക് വാരിക്കോരി റഹ്മത്ത് തരുന്നാണോ? ഒരിക്കലും അല്ല. ഈ റഹ്മത്തിന്റെ 10 എന്ന് പറഞ്ഞാല് റബ്ബ് നമുക്ക് ദുനിയാവിലേക്ക് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഭൂമിയെ തന്നെ ഇത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ചത്. നമുക്ക് നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒരു നിഅമത്താണെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെല്ലാം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിച്ച ജീവി മനുഷ്യനാണ്. ഖുറാനില് റബ്ബ് തന്നെ പറയുന്നത് മഹലക്കിനാക്കും, ഈ സൂറത്തിനോട് മറന്നു, ഏറ്റവും സുന്ദരമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അപ്പോ അങ്ങനത്തെ നമ്മുടെ കണ്ണിന്റെ സ്ഥാനം, മൂക്ക്, ചെവി, ചുണ്ട്, പല്ല് തുടങ്ങിയ ഓരോ അവയവങ്ങളും അത്രയും സുന്ദരമായിട്ട് സൃഷ്ടിച്ച് പിന്നെ അതിന്റെ പർപ്പസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത, ഈ ഭൂമി നമ്മൾ പറയുന്നുണ്ട് വളരെ വർണ്ണാഭമാണ്, നല്ല പച്ചപ്പുണ്ട്, പച്ച, ചുവപ്പ്, നീല, ഈ വർണ്ണങ്ങളെ കാണാനുള്ള കഴിവ് മനുഷ്യന്റെ കണ്ണിനാണ് ഇത്രയും മനോഹരമായിട്ടുള്ളത്. നമ്മുടെ കണ്ണിന്റെ ഫ്രീക്വൻസിയിൽ നോക്കുമ്പോൾ മാത്രമേ ഭൂമിയിൽ ഇത്രയും കളർഫുൾ ആയിട്ട് കാണാൻ കഴിയുന്നുള്ളൂ. അത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. അപ്പൊ റബ്ബ് നമുക്ക് വേണ്ടി എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്? ചില ജീവികളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇത് ചുവപ്പ് കളറാണ്, ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് കാണുന്നത്. എന്നാൽ മനുഷ്യനാണ് ഇത്രയും ഭംഗിയിൽ ഇത് കാണുന്നത്. അത് റബ്ബിന്റെ റഹ്മത്തല്ലേ? നമ്മൾ കേൾക്കുന്ന ശബ്ദം ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതിനേക്കാളും ഭയാനകമായ ശബ്ദങ്ങള് ശാസ്ത്രം തെളിയിക്കുന്നുണ്ട് ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ കേട്ട ഒരു നിമിഷം നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുമോ? കഴിയില്ലല്ലേ? അപ്പൊ നമ്മുടെ ഏറ്റവും നമ്മൾ കാണുന്ന കാഴ്ചയും കേൾവിയും മാത്രം ഇതുമല്ല, ഇതിനേക്കാൾ ഒരുപാടുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങള്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉരുട്ടി വായിലിടുക, അത് ഇറക്കുക, അത്രേ നമുക്ക് പണിയുള്ളൂ അല്ലേ? ഉള്ളിൽ എന്തെല്ലാം പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒന്നിന് ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നം വന്നാൽ പോലും നമ്മൾ എത്ര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്.
ഒരു വീഡിയോ ഈ അടുത്ത് യൂട്യൂബിലൂടെ ഒക്കെ പ്രചരിച്ചിരുന്നു, ആരോ കണ്ടിരുന്നു എനിക്കറിയില്ല. നമ്മുടെ ഉള്ളിലുള്ള സൗണ്ട്, നമ്മളെ ദഹനം നടക്കുമ്പോഴുള്ള സൗണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഉറങ്ങാൻ പോലും പറ്റൂല. അത്രയും വലിയ സൗണ്ട് ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടോ? അത്രയും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്ന റബ്ബിന്റെ റഹ്മത്താണ്. അല്ലാതെ എത്ര വേദന സഹിച്ചിട്ടാണ് ഒരു ഉമ്മ മക്കളെ പ്രസവിക്കുന്നത്, അവരെ വളർത്താൻ എത്രമാത്രം ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മളും പാരന്റ്സ് ആണ്, നമുക്കും അറിയാം. അതേപോലെ ഉപ്പമാര്, അവരെ ലൈഫിന്റെ 90% എബവ് തന്നെ അവര് മക്കൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അത് റബ്ബിന്റെ ഒരു കാരുണ്യാണ്, റഹ്മത്താണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക്, നമ്മളെ മക്കളോട് നമുക്കുള്ള സ്നേഹം പോലെ തന്നെ മക്കൾക്ക് നമ്മളോടുള്ളത്. ഇങ്ങനെ ഓരോ കാര്യവും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് പരസ്പരം തോന്നുന്ന ദയ, കാരുണ്യം, ഇതൊക്കെ റബ്ബിന്റെ റഹ്മത്താണ്. ഇങ്ങനെയുള്ള റഹ്മത്തിനെ നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളില് നിങ്ങൾ നന്ദി ചോദിച്ചാൽ റബ്ബ് വീണ്ടും തരും എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗ അവകാശിയാണ്, സ്വർഗത്തിന്റെ നേതാവാണ്, റസൂലിന് വേണ്ടിയാണ് സ്വർഗം തന്നെ സൃഷ്ടിച്ചത്. അത്രയുള്ള നബി രാത്രിയില് നേരം പുലരുവോളം നിന്ന് നിസ്കരിച്ചിട്ട് കാലില് നീര് വന്ന സമയത്ത് ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റസൂൽ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തതല്ലേ? അപ്പൊ റസൂല് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട് എന്നതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മിലുള്ള പല സ്വഭാവങ്ങളും നെഗറ്റീവായിട്ടുള്ള പല ഇമോഷൻസും ഇല്ലാതായി മാറും. ഒന്ന്, നമ്മളെ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിന് റബ്ബിനോട് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തന്നെ, നന്ദി പറയുന്നതിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകും. റബ്ബിന്റെ റഹ്മാൻ റഹീം രണ്ട് ഇസ്മും എന്താണ്? റഹ്മത്ത് നൽകുന്ന, കാരുണ്യം നൽകുന്നവൻ എന്ന മീനിങ്ങിലാണ് വരുന്നത്. ഈ ഇസ്മില് കൂടെ റബ്ബ് നമ്മളോട് പറയുന്ന കാര്യമുണ്ട്, എന്താണ്? നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളില് നമ്മളെ പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? റഹ്മത്ത്, കാരുണ്യം കൊടുക്കണം എന്നുള്ളത്. നമുക്ക് റബ്ബ് ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണമായിട്ടാവാം, ആരോഗ്യമായിട്ടാവാം, അതൊന്നും നല്ല വാക്കുകൾ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതാവാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനും എന്ത് ചെയ്തിരിക്കണം? കാരുണ്യം ചൊരിയണം. ഈ ഒരു സ്വഭാവം നമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ റബ്ബിന് തന്നെ നന്ദി പറയാ. അതേപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്കിടയിലുള്ള മനുഷ്യന്മാർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും. രണ്ടാമതായിട്ട് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫോർഗീവ്നെസ് ആണ്, മാപ്പ് കൊടുക്കലാണ്. നമ്മൾ പുറത്ത് കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയും ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവൂലേ? ഇനി മുതൽ ഞാനൊരു തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു പോകും, കാരണം ഞാൻ മനുഷ്യനാണ്. റബ്ബ് മനുഷ്യന്മാര് തെറ്റ് ചെയ്തു പോവും എന്നുള്ളതുണ്ട്, എന്നാൽ അതൊരു നമുക്കൊരു ലൈസൻസ് അല്ല കേട്ടോ. നമ്മൾ അറിയാതെ അറിഞ്ഞ് ചെയ്തു പോയ തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുന്നുണ്ട്. ആ രണ്ടാമത്തെ റമദാനില് 10 ദിവസം ഈ മഗ്ഫിറത്തിന് വേണ്ടിയുള്ളതാണ്. ഈ മഗ്ഫിറത്തിനെ നമ്മൾ എങ്ങനെ, റമദാനിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കിയിട്ട് വേണം ഈ മഗ്ഫിറത്തിന് നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ. ഈ മഗ്ഫിറത്തിന് ചോദിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളായിട്ട് ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾ നിർത്തിവെച്ച് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഇസ്തിഗ്ഫാർ ചെല്ലുക, റബ്ബിനോട് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങൽ മാത്രല്ല. നമ്മളെ ചെറുപ്പകാലം മുതലേ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടിയ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ ചില ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ചതിച്ചതുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ഉള്ളില് നമ്മൾ പോലും അറിയാതെ കെട്ടിക്കിടക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ടാവും. ഈ ഇമോഷൻസ് കുറെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പിന്നെ നമ്മളെ ചതിച്ചതിന്റെ ദേഷ്യവും ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതിന് നമ്മൾ ക്ലിയർ ചെയ്യണം.
ഒറ്റയടിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നോട് ചെയ്തവർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടിക്ക്, അല്ലെങ്കിൽ എന്നോട് ഇനി ചെയ്യുന്നവർക്കും ഞാൻ പൊരുത്തപ്പെട്ടിക്ക്, ആരോടും ഒന്നുമില്ല എന്നറിയും. പക്ഷെ നമ്മളോടൊരാള് വെറുതെ നമുക്ക് എടുക്ക് ദേഷ്യം പിടിക്കലുണ്ട്. നമ്മളെ മക്കളോട് തന്നെ നമ്മൾ കാരണമില്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും. ചില കാര്യങ്ങൾ ഓർത്ത് നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഒരു ചെറിയ കഥ പറയട്ടെ. ഒരു നഴ്സറി അധ്യാപിക കുട്ടികളെടുത്ത് പറയും, KG പഠിക്കുന്ന ചെറിയ കുട്ടികൾ, മനസ്സിലാവുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. ആ ടീച്ചർ ഇവരെടുത്ത് പറഞ്ഞത്, നിങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പൊട്ടാറ്റോ കൊണ്ടുവരണം. കുട്ടികള് ടീച്ചർ പറഞ്ഞതല്ലേ, പിറ്റേന്ന് ഒരു പൊട്ടാറ്റോ ആയിട്ട് വന്നു, ഉരുളക്കിഴങ്ങില്ലേ അതുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള അല്ലെ വെറുപ്പുള്ള ഒരാളെ പേര് ഈ പൊട്ടാറ്റോന്റെ മുകളിൽ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് എഴുതി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ആ നിങ്ങളെ ബാഗിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റാരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നാളെ വരുമ്പോ ഒരു പൊട്ടാറ്റോ കൂടി കൊണ്ടുവരണം. അപ്പൊ കുട്ടികള് പറഞ്ഞു, അവര് പിറ്റേന്നും കൊണ്ടുവന്നു. ഇങ്ങനെ അന്നും ടീച്ചർ പറഞ്ഞു, ആരാണോ ആ വ്യക്തി അവരെ പേര് എഴുതിയിട്ട് ബാഗിലിടാൻ പറഞ്ഞു. ഇത് ദിവസവും വരുമ്പോൾ കൊണ്ടുവരികയും വേണം, തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയും വേണം. അങ്ങനെ കുറച്ചു ദിവസം ഇത് ആവർത്തിച്ചു. കുട്ടികൾ പൊട്ടാറ്റോ കൊണ്ടുവരും, അവർക്ക് വെറുപ്പുള്ള ആളുകളുടെ പേരെഴുതും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ടീച്ചറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ പൊട്ടാറ്റോ കുറച്ച് ദിവസം ബാഗിലിട്ട് കൊണ്ടു നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അത് കേടായിട്ടുണ്ടാവും അല്ലെ. അതിൽ നിന്നൊരു ചീഞ്ഞ മണം, സ്മെല്ല് വരാൻ തുടങ്ങി. ഈ ഒരു ദുർഗന്ധം കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഈ സാധനം പിടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇത് എവിടെയെങ്കിലും കളയട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പുഞ്ചിരിച്ചോണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഇറിറ്റേഷൻ വരുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ട് വരുന്നില്ലേ, ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവരെ കുറ്റവുമായിട്ടും നമുക്കുള്ള ദേഷ്യവും വെറുപ്പും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളവും വേദനിക്കുന്നതും വിഷമിക്കുന്നതും. ഈ ഒരു ചെറിയ കഥയിലൂടെ ടീച്ചർ ഈ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ അടുത്തുള്ള വെറുപ്പോ ദേഷ്യമോ എന്തുണ്ടെങ്കിലും നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു പാഠാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് ഉണ്ടാവില്ലേ, ഇങ്ങോട്ട് കിട്ടിയ ഫോർഗീവ്നെസ് എന്ന് പറയും ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്ര മാത്രം ഉണ്ടാവും നമുക്ക്. നിലവില് നമ്മളടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പറഞ്ഞാല് വേറെ പുതിയ പ്രശ്നം ഉണ്ടാവുന്നതാണെങ്കിൽ അല്ല കേട്ടോ. നമ്മളിപ്പോ ഒരാളടുത്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നമുക്ക് അറിയാം, നമുക്ക് പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ, പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവരെടുത്ത് പോയിട്ട്, ഞാൻ ഇന്ന കാര്യം നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് തന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ഇനി മരണപ്പെട്ടു പോയ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അവര് മരിച്ചുപോയി, അവർക്ക് വേണ്ടി അവരെ മനസ്സിൽ കണ്ട് അവരോട് ഫോർഗീവ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഇതൊന്നും അല്ലാതെ പറയാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ലേ, ചിലപ്പോ പറഞ്ഞാൽ പുതിയ പ്രശ്നം ഉണ്ടാവുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ണടച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. എന്നിട്ട് അവര് നമ്മളെ മുന്നിലുള്ളതുപോലെ ഫീൽ ചെയ്തിട്ട് അവരടുത്ത് അത് പറഞ്ഞ് പൊരുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചെയ്ത് ഒഴിവാക്കിയെടുക്കുക. ഇത് നേരിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കറകളാണ്. അതേപോലെ നമ്മളിലേക്ക് വന്നത് നമുക്ക് കിട്ടിയ കാരണം കൊണ്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവൂലേ. ഇപ്പോഴും നമ്മളെ പണ്ട് കളിയാക്കിയ കൂട്ടുകാരന്റെ പേര്, നമ്മൾ അടിച്ച അധ്യാപികന്റെ പേര്, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ ആണെങ്കിൽ അവരെ പേരൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അവരെ മുന്നിൽ കണ്ടിട്ട് എനിക്ക് നിങ്ങളടുത്ത് ഒന്നും ഇല്ല എന്നുള്ളത് അവരെടുത്ത് ഈ സംഭവങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഫോർഗീവ് ചെയ്യാം. ഒരിക്കലും നമ്മളോട് ഒരാൾ ചെയ്ത കാര്യം എന്നോട് ഞാൻ അതൊക്കെ മറന്നു എന്ന് പറയുകയാണെങ്കിലും മറക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ആ ഒരു ഇമോഷൻ ഉണ്ടാവും നമുക്ക് വരുന്നത്. അവര് നമ്മളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് വരുമ്പോ നമ്മളിലേക്ക് വരുന്ന കുറച്ച് വേദനകളും സങ്കടവും ഇതൊക്കെ ഉണ്ടാവും. ഈ ഇമോഷൻസിനെ നമ്മൾ ഉള്ളിൽ ഇല്ലാതാക്കി കളയാണ് നമ്മൾ ഫോർഗീവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെ ചെയ്ത് നമ്മൾ ഒഴിവാക്കിയെടുക്കുക.
അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഫോർഗീവ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് തന്നത്. അതുകൂടാതെ നമ്മൾ ഒരു മുസ്ലിം ആയിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു മുസ്ലിം ആയിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുണ്ട്. മുസ്ലിം ആയിട്ട് നമുക്ക് മരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുസ്ലിം ആവാ എന്ന് പറയുമ്പോൾ ഈമാൻ കാര്യം, അള്ളാഹുവിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇസ്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ നിർബന്ധമാണ്. അതുകൂടാതെ തൻ്റെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാള് ബുദ്ധിമുട്ടാവുന്നത് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മുസ്ലിം ആവില്ല. നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ ഒഫാറ എന്ന് പറയുന്ന റബ്ബിന്റെ ഇസ്മില് പറയുന്നുണ്ട്, നിങ്ങളോട് ചെയ്തവർക്ക് നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. കാരണം റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? പൊരുത്തപ്പെട്ട് കൊടുക്കുക. റബ്ബ് പൊരുത്തപ്പെട്ട് തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പം നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്താൽ റബ്ബ് നമ്മൾ ചെയ്ത തെറ്റുകളും നമുക്ക് പുറത്തു തരുന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലുള്ള കറകളെ നീക്കം ചെയ്തിട്ട് നമ്മൾ ഇബാദത്തിലേക്ക് തിരിയുന്ന സമയത്ത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നിസ്കാരമാണെങ്കിലും നിസ്കാരത്തിന്റെ തന്നെ ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരത്തിൽ നമ്മൾ റബ്ബിന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ റബ്ബുമായിട്ടുള്ള സംസാരമാണ്, ആ ഒരു സമയത്ത് നമുക്ക് അതിൽ ലയിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇന്റൻഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പം നമ്മള് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ നീയത്ത് നന്നായിരിക്കണം. ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും നമ്മുടെ നീയത്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ഞാൻ സാധാരണ സുന്നത്തൊന്നും നിസ്കരിക്കുകയില്ല. അപ്പൊ ഞാൻ ഞാൻ നല്ല നിസ്കരിക്കുന്നൊക്കെ ഒരു കാണട്ടെ എന്ന് വിചാരിച്ച് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞ് ദുആ ഒക്കെ ചെയ്ത് ഇങ്ങനൊക്കെ ചെയ്യുന്ന നിസ്കാരവും എന്റെ ഇന്റൻഷൻ ക്ലിയർ ആണോ? അല്ലേ അല്ലേ? ഒരിക്കലും അല്ല. എന്റെ ഇന്റൻഷൻ ക്ലിയർ ആണെങ്കിൽ ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന സമയത്തെ എന്റെ ഇന്റൻഷൻ ക്ലിയർ ആവുന്നുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ സ്വതക്ക കൊടുക്കുന്നതാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള നിയ്യത്ത് എന്താണോ അത് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം റമദാനിന്റെ മുന്നൊരുക്കായിട്ട് നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ഉള്ളം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, റബ്ബിന്റെ റഹ്മത്തിനെ നമ്മൾ അറിയുകയും ചെയ്യുക. അതിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നവരാവുകയും ചെയ്യാം. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ദിക്റ് ചൊല്ലും. അപ്പൊ ഒരു മിനിറ്റ് നമ്മൾ നമ്മളെ ബെഡിൽ തന്നെ ഇരിക്കുക. ആ ഒരു ദിക്റ് ചെല്ലുന്ന സമയത്ത് അൽഹംദുലില്ലാ, ആ ഒരു സമയത്ത് റബ്ബിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം, ഇന്നൊരു പ്രഭാതത്ത് കൂടി എനിക്ക് എഴുന്നേൽക്കാനുള്ള ജീവിക്കാനുള്ള ആയുസ്സിലെ ഒരു ദിവസം കൂടെ തന്ന റബ്ബേ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഹംദോട് കൂടി നമ്മൾ എഴുന്നേൽക്കുക. ഫീൽ ചെയ്തുകൊണ്ട് പറയാം. വെറുതെ ഒരു ദിക്റ് ചൊല്ലി എഴുന്നേൽക്കുന്നതിന് പകരം ആ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്കും പറയാം. നമ്മുടെ സ്വത്തിന്, വീടിന്, നമ്മുടെ ശരീരത്തിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് തുടങ്ങിയ നമ്മുടെ മൈൻഡിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹംദ് പറയാം. അങ്ങനെ എഴുന്നേൽക്കാം. അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം രാവിലെ ഒരു അഞ്ചെണ്ണവും രാത്രി ഒരു 5 ഒരു ബുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്നവർക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ ദിവസവും നമ്മിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടാവാം. അതൊക്കെ നമ്മിലേക്ക് വന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക്
മറ്റുള്ളവരടുത്തു നിന്ന് വരുന്നതാണെങ്കിലോ നമ്മിൽ നിന്ന് വരുന്നതാണെങ്കിലോ ആ നിമിഷത്തിൽ തന്നെ നമ്മൾ അത് മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി ഫോർഗീവ് ചെയ്യാം. നമ്മളൊരു ഫോർഗീവ് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, നമുക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ഈ ചീഞ്ഞ പൊട്ടാറ്റോ നമ്മൾ പേറി നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയില്ലേ, അതേപോലെ നമ്മുടെ കൽബിലായിട്ട് നമ്മുടെ ഹൃദയത്തില് ഈ മാലിന്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ അസ്വസ്ഥത ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്തെ അറിഞ്ഞിട്ട് അതിനു വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രമാത്രം ഹംദ് പറയുന്നുണ്ടോ അതിനനുസരിച്ച് റബ്ബ് നമുക്ക് ഏറ്റി ഏറ്റി തരും. പിന്നെ റബ്ബിന്റെ ഗഫൂർ എന്ന ഇസ്മിനെ, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ഇസ്മിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മുസ്ലിം ആയിരിക്കുക എന്ന ഒരു അവസ്ഥയെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ കൽബ് സലീമായി മാറണം. ഇതേപോലെ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കൽബാക്കി നമ്മൾ മാറ്റുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് നമ്മുടെ ആയുസ്സിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ എന്ത് ചെയ്യാ സ്വർഗം നേടിയെടുക്കാനുള്ളൂ. ആ ഒരു സമയത്തെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് കുറഞ്ഞ സമയമാണ് കിട്ടിയ സമയം നമ്മൾ വെറുതെ ഉപയോഗിക്കാൻ ഒഴിവാക്കി കളയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാവും.